ഊണിലും ഉറക്കത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് വിശ്വപൗരനും കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം പാർലമെന്റ് അംഗവുമായ ഡോക്ടർ ശ്രീ ശശി തരൂരിൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു ലേഖനം. കേരളത്തിലെ വ്യവസായ മേഖലയെ പ്രകീർത്തിച്ചുകൊണ്ടും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പ്രശംസിച്ചുകൊണ്ടും തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ വലിയ ഒരു വിവാദമായി മാറിയത്. ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ ശശി തരൂരിനെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള നേതാവുമായ KC വേണുഗോപാലും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അടക്കമുള്ള എല്ലാ നേതാക്കളും രംഗത്തിപ്പോൾ വരികയും ചെയ്തു. കേരളത്തിൽ പണ്ടേ നിലച്ചുപോയ കയർ വ്യവസായത്തെയും കശുവണ്ടി വ്യവസായത്തേക്ക് ഉദാഹരണമാക്കിയാണ് KC വേണുഗോപാൽ തരൂരിനെയും കേരള സർക്കാരിനെയും ഒക്കെ ഇങ്ങനെ പ്രതിരോധിച്ചത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം വ്യാവസായികപരമായിട്ടുള്ളൊരു വളർച്ചയുള്ള നാടാണെന്ന് ശശി തരൂർ പറയുവാനുള്ള കാരണമെന്ന് സതീശനും ചെന്നിത്തലയും ചോദിച്ചപ്പോൾ മുരളീധരൻ ശശി തരൂരിനെ അദ്ദേഹം വലിയ വിശ്വപൗരനാണല്ലോ എന്നും വലിയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പരിഹസിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ തൻ്റെ ലേഖനം വലിയ വിവാദമായിരിക്കെ പിന്നീട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും നല്ലത് കണ്ടാൽ നല്ലത് എന്ന് തന്നെ പറയുമെന്നും പറഞ്ഞ ശശി തരൂർ നാടിന് വികസനമുണ്ടാകണമെങ്കിൽ പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. മാത്രമല്ല താൻ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവല്ല എന്ന് പറഞ്ഞ തരൂര് ഇത് കോൺഗ്രസിൻ്റെ നയമല്ല എന്നും അദ്ദേഹം പറയാൻ മറന്നില്ല. കൂടാതെ നാടിൻ്റെ വികസന കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിക്കണമെന്നും ഡോക്ടർ ശശി തരൂർ പറയുകയുണ്ടായി. ലേഖനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമായ മോദി ട്രംപ് കൂടിക്കാഴ്ച അത് രാജ്യത്തിന് ഗുണകരമാകുമെന്ന കാര്യത്തിലും താൻ ഉറച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞ ഈ ശശി തരൂരിൻ്റെ ഈ അഭിപ്രായത്തോട് മറ്റൊരു കോൺഗ്രസ് നേതാവായ കേരളത്തിന് പുറത്തുള്ള കനയ്യകുമാറും പിന്തുണയ്ക്കുകയുണ്ടായി. ശശി തരൂരിനെ തള്ളിയ VD സതീശനെ തിരിച്ച് ശശി തരൂരും അങ്ങനെ തള്ളുകയായിരുന്നു. താൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായം രേഖപ്പെടുത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് തൻ്റെ ലേഖനം മുഴുവൻ വായിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോൺഗ്രസിൽ അടുത്ത കേരള മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച അത് VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നതിനിടയിലാണ് ഈ വിവാദ പ്രസ്താവനകൾ നടത്തി ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു രംഗപ്രവേശനം. തരൂർ ഇത്തരത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ല. നേരത്തെയും ശ്രീ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞതിന് കോൺഗ്രസ്സുകാരിൽ നിന്നും ഒരുപാട് വിമർശനം അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അന്നും താൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുവാൻ ശശി തരൂർ തയ്യാറായിട്ടില്ല. സത്യത്തിൽ കേരളത്തിലെ നിലവിലെ കോൺഗ്രസ് നേതാക്കളെ അപേക്ഷിച്ച് നല്ല കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ശശി തരൂർ. വികസന കാഴ്ചപ്പാടും നാടിൻ്റെ പുരോഗതിയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് വിവിധ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടും തരൂരിന് അതിനെയെല്ലാം അതിജീവിച്ച് മൂന്നാമതും തിരുവനന്തപുരത്ത് MP ആയി തുടരുവാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നത്. ഇനി ശശി തരൂർ എന്തഭിപ്രായം പറഞ്ഞാൽ പോലും തരൂരിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടുവാൻ ധൈര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ കേരളത്തിലുമില്ല, അങ്ങ് ഡൽഹിയിലുമില്ല. അത്രയ്ക്ക് പവർഫുള്ളായിട്ടാണ് ശശി തരൂരിൻ്റെ ഓരോ ചുവടുവയ്പും. എന്നാൽ തരൂരിൻ്റെ ഇപ്പോഴത്തെ ഈ അഭിപ്രായത്തെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യവസായ മന്ത്രി രാജീവും അടക്കമുള്ള പലരും ഇപ്പോൾ രംഗത്ത് വരികയുണ്ടായി. കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തെയാണ് തരൂർ ഇപ്പോൾ ഉയർത്തി കാണിച്ചതെന്ന് പറഞ്ഞ ഇക്കൂട്ടർ ശശി തരൂരിൻ്റെ അഭിപ്രായം രാഷ്ട്രീയ നേട്ടം ആക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തരൂർ തൊടുത്തുവിട്ട ഈ വിവാദ അസ്ത്രം ആരുടെയൊക്കെ മേൽ ഇപ്പോൾ പതിക്കുമെന്ന് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ വേണ്ടി സാധിക്കും.